എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലീൻ ചെയ്ത ചെറുമീൻ നമുക്കൊന്ന് കറി വെച്ചാലോ? അപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചോളൂ. ചെറുമീൻ്റെ ക്ലീനിങ് വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? കാണാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കുന്നതിലേക്ക് പോകാം. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതിവ് പോലെ തന്നെ കടുക് ഇട്ട് കൊടുക്കാം. ഇടത്തരം ഒരു വെളുത്തുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ഇഞ്ചി അതും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ കറിയൊക്കെ സെറ്റായി കഴിയുമ്പോൾ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടുമൂന്ന് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ സമയം 3.5 സ്പൂൺ മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് കൊടുക്കാവേ. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതേ സമയം നമ്മൾ കുടംപുളി കുറച്ച് ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് വെള്ളത്തിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി, ഉപ്പ് ഇവയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. വരാലും ചെറുമീനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ അധികവും ഇങ്ങനെ മുളകിനകത്ത് കുടംപുളി ഇട്ട് ആണ് കറി വെക്കാറ്. അതാവുമ്പോൾ വറുക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഇല്ല, എങ്കിലും നമുക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ. അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെയാണ് മുളകിനകത്താണ് വെക്കാറ്. ഈ മുളകിനകത്ത് വെച്ച കറിയൊക്കെ പിറ്റേ ദിവസമാണ് നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുടംപുളി ഇട്ട് വെച്ച ആ ഉപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറുമീൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അമ്മ നല്ല ക്ലീനാക്കി കൊണ്ട് തന്നിട്ടുണ്ട് ചെറുമീൻ്റെ പീസുകൾ. ഇനി നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ പീസുകളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. വരാലിനേക്കാൾ കാണാൻ ഭംഗി ചെറുമീനാണെങ്കിലും ടേസ്റ്റ് വരാലിനാണ് കേട്ടോ. ഞാൻ രണ്ടും കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എന്നാലും ചെറുമീൻ നല്ല ഗുണമുള്ള മീനാണ്. അതുപോലെ തന്നെ ചെറുമീനൊക്കെ ഓരോ ടൈമിലല്ലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല പ്രൈസാവും ചെറുമീനൊക്കെ. നമുക്ക് ചൂണ്ടയിട്ടപ്പോൾ വരാൽ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കിട്ടിയപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ഒരു ചെറുമീനാണ്. എന്തായാലും ചൂണ്ടയിടിയിൽ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാര്യം കുശാലായി. അപ്പോൾ ചെറുമീൻ്റെ നമ്മൾ എല്ലാ പീസുകൾ കാണാതെയാണ് നിങ്ങൾ ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണണമെങ്കിൽ ചെറുമീൻ്റെ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് കാണണം.
ഫസ്റ്റ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയാം. ടേസ്റ്റിനായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കറിയിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ വറ്റി കഴിയുമ്പോൾ നല്ല സ്മെല്ലും അതോടൊപ്പം നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അപ്പം ദാ നമ്മുടെ ചെറുമീൻ കറി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ.